പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് അതിലെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഏറെ മുന്നോട്ട് പോയ ഒരു സംസ്ഥാനമാണ്. അഭിമാനകരമായ നേട്ടങ്ങൾ എന്ന് പറയുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ ഉണ്ടാക്കിയ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളാണ്. ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേട്ടം നമുക്ക് നിലനിർത്തണം. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വലിയ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഒരു കാലം. ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നിശ്ചയമായും അത് വിദ്യാഭ്യാസ മണ്ഡലത്തിലും ഏറെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും പോയി AI പോകുന്ന കാലം. അതോടൊപ്പം വിദ്യാർത്ഥികളെ ഏറ്റവും സൗഹൃദ ഭാവത്തോടു കൂടി സമീപിക്കാനും ഈ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകാനും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ആധുനിക മുഖം നൽകാനും ഒക്കെ നമുക്ക് കഴിയണം. ഭൗതിക സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കറിയാം. പഞ്ചായത്തി രാജ് സംവിധാനം നാട്ടിൽ നിലവിൽ വന്നപ്പോൾ പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല കുറേ കിട്ടി. അപ്പോൾ അവരുടെ ഫണ്ട് വെച്ച് ഇപ്പോൾ പഞ്ചായത്തിന്, ഗ്രാമപഞ്ചായത്തിന് LP സ്കൂളുകളുടെ, UP സ്കൂളുകളുടെ ഒക്കെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ജില്ലാ പഞ്ചായത്തിന് കഴിയും. അങ്ങനെ വന്നപ്പോൾ ധാരാളം സൗകര്യങ്ങളുണ്ടായി. പിന്നെ സർക്കാർ സംവിധാനങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺ ഫണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുപോലുള്ള പദ്ധതികളൊക്കെയായി MLA ഫണ്ട്, MP ഫണ്ട്, അതിലൊക്കെ സ്കൂളുകൾക്ക് കെട്ടിടവും ബസ്സും ഒക്കെ കൊടുക്കാൻ സാധിച്ചുകൊണ്ട് ഇന്ന് വലിയ മാറ്റമുണ്ടായി. സർക്കാർ സ്കൂളുകളിൽ ഇന്ന് ഗതാഗത സൗകര്യം, സ്വന്തമായി ബസ്സില്ലാത്ത സ്കൂളുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളിലൂടെയൊക്കെ ലോകോത്തരമായ നിലവാരത്തിൽ നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് നിലനിർത്തുക, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വകുപ്പിൻ്റെ ചുമതല ഏൽക്കുമ്പോൾ മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം. ഇന്ന് നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് ലോകത്തിലെ മറ്റു കുട്ടികൾക്കൊപ്പമാണ്. ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ കുറഞ്ഞു പോവുകയാണ്. ഒരു ജോലിക്കാണെങ്കിലും കോമ്പീറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ഒരാളുമായിട്ടാവാം, ഒരു കുട്ടിയുമായിട്ടാവാം. അപ്പം അങ്ങനെയെല്ലാം ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയ ഈ കാലത്ത് അത്തരത്തിലൊക്കെയുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മുടെ കുട്ടികളെയും പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു വശം. അപ്പോൾ ആ രീതിയിൽ നിലവിലുള്ള പദ്ധതികൾ അതുതന്നെയാണ്. നമ്മൾ അതിന് ചില മോഡിഫിക്കേഷൻ വരുത്തി, ചില ആശയങ്ങൾ അതിൽ ഉൾപ്പെടുത്തി ഒക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ അതിനാണ് പ്രാധാന്യം. പിന്നെ ഇതിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ അക്കാദമിക സമൂഹവുമായുള്ള ചർച്ചകൾക്ക് ശേഷം പെട്ടെന്ന് വന്ന് ഒരു മാറ്റങ്ങൾ പറയലല്ലോ അതിൻ്റെ രീതി. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട എന്താണ് ആ വിഷയത്തിൽ അവലംബിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കി അത് അക്കാദമിക സമൂഹവുമായി ചർച്ച ചെയ്ത് ഒക്കെയാണ് മാറ്റം വരുത്താൻ സാധിക്കുക. അപ്പോൾ അതൊക്കെ ഇനിയുള്ള മാസങ്ങളിൽ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നത് തന്നെ, ഇപ്പം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 4-5 ദിവസമേ ആയുള്ളൂ. പക്ഷേ സത്യപ്രതിജ്ഞക്ക് ചെയ്ത ഉടൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്ന കുറേ ദൗത്യങ്ങളുണ്ട്. കാരണം സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ പ്രവേശനോത്സവം, അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ പാഠപുസ്തകത്തിൻ്റെ അച്ചടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വരുമ്പോൾ കേൾക്കുന്നത് കുറേ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇടപെട്ട് ഇതിനകം തന്നെ ഒരു 4-5 തലത്തിലുള്ള മീറ്റിങ്ങുകൾ ചേർന്നു. പാഠപുസ്തകങ്ങളുടെ മൂവ്മെൻറ്റ് അച്ചടി പൂർത്തീകരിച്ച് അത് സ്കൂളുകളിലേക്ക് മൂവ് ചെയ്യേണ്ട സമയമാണ്. ജില്ലാ ഹബ്ബിലേക്കും അവിടെ നിന്ന് സ്കൂളുകളിലേക്കും. അപ്പോൾ അതൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന് ഒരു മോണിറ്ററിങ്ങിന് കൃത്യമായൊരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പാഠപുസ്തകങ്ങളുടെ വിതരണം, പിന്നെ സ്കൂൾ യൂണിഫോം, അതിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സമയത്ത് നിർവഹിച്ച് ഈ അധ്യയന വർഷം സ്മൂത്തായി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റ് പരിഷ്കാരങ്ങളൊക്കെ കൃത്യമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും. എല്ലാവരെയും കേട്ട് എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട്
നമ്മുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുള്ള നല്ല വിദ്യാഭ്യാസമാണ്. അതിനുള്ള ഒരു അക്കാദമികമായ അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ചുമതലയുള്ളത് ന്യൂനപക്ഷ ക്ഷേമമാണ്. നമുക്കറിയാം, ഇവിടെ ഉണ്ടായ ചില കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ക്ഷേമത്തിന് വകുപ്പുണ്ടായത്. ആ വകുപ്പിലെ കുറേ പ്രവർത്തനങ്ങളും കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള ചില പരിശീലനങ്ങൾ, അതുപോലെ തന്നെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. പിന്നെ അതിൻ്റെ കൂടെയുള്ളത് ഹജ്ജ്, വഖഫ് വകുപ്പുകളാണ്. അതൊക്കെ അതിൻ്റേതായ കാര്യങ്ങൾ നിർവഹിച്ച് പോകുക, അതിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നീക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ രീതിയിലുള്ള വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട ഈ വകുപ്പുകളെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സ്കൂളുകളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇനി അധ്യാപകരൊക്കെ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രണം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിലൊരു മന്ത്രിയുടെ ഒരു നിലപാടെന്താണ് ആ വിഷയത്തിൽ? അല്ല, ഇപ്പോഴത്തന്നെ അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടല്ലോ. ക്ലാസ് ടൈമിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നും എന്നുള്ള കൃത്യമായ നിബന്ധനയുണ്ട്. അപ്പം അത് പിന്നെ ഇടവേളകളിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വിളിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവസരം കൊടുക്കാം. പക്ഷേ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതികൂട്ടിലാക്കിയതായിട്ട് PMC പദ്ധതിയിൽ ലാസ്റ്റ് ഈ സർക്കാരിന്റെ കാലത്ത് ആ പദ്ധതി മുന്നോട്ട് പോകും. എന്താണ് ലാസ്റ്റ് അപ്ഡേഷനായിട്ട് പറയുന്നത്? അത് ഞങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളുമായി ഒരു മീറ്റിംഗ് എടുത്തപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൽ വ്യത്യസ്ത വശങ്ങളാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. MOU ഒപ്പിട്ടാൽ ഏകപക്ഷീയമായി പിൻവാങ്ങാൻ കഴിയുമോ? അത് അപ്പോൾ പിന്നീടുണ്ടായതെന്താ, ഇത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തൽക്കാലം നിർത്തിവെക്കുക, കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒരു കത്തെഴുതി. അപ്പോൾ അതിലാണ് നിൽക്കുന്നത്. അതിനി നമ്മൾ എന്ത് രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് UDFൻ്റെ ഒരു പിന്നെ പോളിസി മാറ്ററാണ്, പൊളിറ്റിക്കലായിട്ട് തീരുമാനം പറയേണ്ട കാര്യമാണ്. ഏതായാലും ഞാനതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നമ്മൾ മനസ്സിലാക്കിയത്, കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് പ്രകാരമുള്ള എയ്ഡും കിട്ടി. 93 കോടി രൂപ അന്ന് സംസ്ഥാനം അതിൻ്റെ പേരിൽ വാങ്ങുകയും ചെയ്തു. അല്ലെങ്കിൽ ബ്ലോക്കായി നിന്ന പണം വന്നു. അപ്പോൾ ഇനി അതിൽ നിന്നുള്ള അതുമായി എങ്ങനെയാണ് അതിൻ്റെ ഫർദർ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ നിയമവശങ്ങളും നോക്കണം. പിന്നെ ഇതിലൊക്കെ നമുക്കുള്ളൊരു നിലപാടുണ്ട് കേട്ടോ. ഞങ്ങളത് കൃത്യമായിട്ട് പറയുന്നു. കാരണം നമ്മുടെ നാട് ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാജ്യമാണ്. അതിൽ കേന്ദ്ര കേരള സാമ്പത്തിക റേഷ്യോ ഉണ്ട്. നമ്മൾ എല്ലാ നികുതിയും എല്ലാവരും കൊടുക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് GST ഒക്കെ വന്നപ്പോൾ കൃത്യമായി കേന്ദ്രമാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വിഹിതമാണ് ഈ വിവിധ നികുതികൾ. അപ്പോൾ ഈ സ്കീം പിന്നെ 60-40 നടപ്പാക്കേണ്ട കുറേ സ്കീമുകൾക്ക് കിട്ടുന്ന പണമാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു കണ്ടീഷൻ വെക്കുക. അതും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടാണ്. സ്റ്റേറ്റിനും സെൻട്രലിനും അവകാശമുണ്ട്. എന്നാലും പ്രാഥമിക വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതാത് സ്റ്റേറ്റുകളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കണ്ടീഷൻ വെച്ചത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് അത് പരിശോധിച്ച് അതിൽ UDF പൊളിറ്റിക്കലായിട്ടാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്.